ടൂറിസം ഡയറക്ടർ PB നൂഹിന്റെ അവധിയെ മദ്യനയവുമായി കൂട്ടിക്കെട്ടി മാതൃഭൂമി ദിനപത്രം ടൂറിസം വകുപ്പ് മുഖേന മദ്യനയത്തിലെ ശുപാർശകൾക്ക് രൂപം നൽകാനുള്ള നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് നൂഹ് അവധിയിൽ പ്രവേശിച്ചതെന്നാണ് മാതൃഭൂമിയുടെ വാദം. എന്നാൽ തീർത്തും വ്യക്തിപരമായ ആവശ്യത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാണ് ടൂറിസം ഡയറക്ടർ അവധിയിൽ പ്രവേശിച്ചത് എന്നതാണ് വസ്തുത. ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ പേജിലാണ് നയത്തിൽ ലീവ് എന്ന തലക്കെട്ടോടെ ടൂറിസം ഡയറക്ടർ PB നൂഹുവിന്റെ അവധിയെ മദ്യനയവുമായി കൂട്ടിക്കെട്ടിയത്. മദ്യനയത്തിലെ മാറ്റം ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതോടെ ഡയറക്ടർ ദീർഘാവധിയിൽ പോയി എന്നാണ് പത്രം പറയുന്നത്. എന്നാൽ എന്താണ് വസ്തുത എന്നത് പരിശോധിക്കാം. കേരളത്തിന് പുറത്ത് തെരഞ്ഞെടുപ്പ് ഒബ്സർവറായി നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ടൂറിസം ഡയറക്ടർ കൂടിയായ PB നൂഹു IAS. എന്നാൽ വ്യക്തിപരമായ അത്യാവശ്യം കാരണം അദ്ദേഹം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലയേൽക്കാൻ സാധിക്കില്ലെന്നും അവധി നൽകണമെന്നും കാട്ടി പ്രത്യേക അപേക്ഷ നൽകുന്നു. ഇതിനായുള്ള രേഖകളും അദ്ദേഹം സമർപ്പിച്ചു. ഏപ്രിൽ പകുതിയോടെ നൂഹുവിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവധി അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് ഏപ്രിൽ 22-ന് സംസ്ഥാന സർക്കാരിനെ അവധിക്കായി നൂഹ് സമീപിച്ചു. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവധി അപേക്ഷ നൽകിയിരുന്നു എന്നത് വ്യക്തം. സർക്കാരിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെ ഏപ്രിൽ 29 മുതൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. മെയ് 3 മുതലാണ് അവധിയിൽ പ്രവേശിച്ചത് എന്ന മാതൃഭൂമിയുടെ വാദവും തെറ്റാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഒരു വ്യക്തി സ്വകാര്യ അത്യാവശ്യത്തിനായി എടുത്ത അവധി പോലും വാർത്തയ്ക്കായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ വാർത്തയിലുടനീളം കാണാനാകുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.